അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. വാട്ട്സ് ഇൻ മൈ ഫ്രിഡ്ജാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നൊരു വീഡിയോ ആണ്. കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് 1-2 പേര് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജ് നല്ലോണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ മിക്ക ദിവസവും ഫ്രിഡ്ജ് മൊത്തത്തിൽ അലങ്കോലപ്പെട്ടിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് കിടന്നിട്ടാണ് ഉണ്ടാവുക. ഒരു 2 ആഴ്ച കൂടുമ്പോഴാണ് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരാഴ്ച വരെയൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കും. പിന്നെ അടുത്ത ആഴ്ച വീണ്ടും അതേപോലെ കുളമായിട്ട് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇന്ന് ഞാൻ നല്ല ക്ലീനാക്കി എടുത്ത് എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ നമ്മൾ പുറത്ത് പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജിലും മറ്റുള്ള സാധനങ്ങളൊക്കെ എല്ലാം അടുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ പിന്നെ അസുഖം മറ്റും മൂലം നമ്മൾ കൂടെ ഷോപ്പിലൊന്നും പോകാറില്ല. ഇങ്ങനെ വല്ലപ്പോഴും പോയിട്ട് കുറേ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സവാളയൊക്കെ കുറേ അധികം ഒരുമിച്ച് വാങ്ങി വെക്കും. സവാള നമ്മളിങ്ങനെ കുറേ അധികം ഒരുമിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ മഴയില്ലാത്ത ദിവസം കുറച്ച് വെയിലുള്ള സമയം നോക്കിയിട്ട് കുറച്ച് സമയം വെയിലത്തിട്ടിട്ട് എടുക്കുകയാണെങ്കിൽ ചീത്തയാവാതെ കുറേ കാലം നിൽക്കും. നമ്മൾ ഇടയ്ക്കിടെ അതിനൊന്ന് വെയിൽ കൊള്ളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ കുറേ കാലം കേടുകൂടാതെ ഇരുന്നോളും. അപ്പോൾ സവാളയൊക്കെ കുറച്ചധികം വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാവും. സവാളയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ തന്നെ ഈ ട്രേ അടക്കം നമ്മൾ സൂക്ഷിക്കുന്ന ട്രേയോട് കൂടിയിട്ട് തന്നെ വെയിലത്ത് വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ 1-2 മണിക്കൂർ ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതിയാവും. പിന്നെ ഈ ചെറിയുള്ളി ഇവിടെ ഞങ്ങളുടെ ഭാഗത്തൊന്നും ഒരുപാട് അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മൾ വല്ല ചമ്മന്തിയോ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഈ ചെറിയുള്ളി ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ പഞ്ചസാര സൂക്ഷിക്കുന്ന സമയത്ത് ഞാൻ ഈ പാക്കറ്റോട് കൂടി തന്നെയാണ് ഈ ടിന്നിലിട്ട് വെക്കുന്നത്. കാരണം പാക്കറ്റിൽ നിന്നും പുറത്തിട്ട് വെക്കുകയാണെങ്കിൽ പഞ്ചസാര ഒരു അലിഞ്ഞതുപോലെ ഒരു വെള്ളം കയറിയതുപോലെ ഉണ്ടാവും. പാക്കറ്റിൽ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അങ്ങനെ ഇരിക്കും. അതേപോലെ അരിയൊക്കെ ഇടുന്ന സമയത്ത് അരിയുടെ ഏറ്റവും അതായത് പാത്രത്തിൻ്റെ താഴെ കുറച്ച് ഗ്രാമ്പ് ഇട്ടിട്ടാണ് അതിൻ്റെ മുകളിൽ ഞാൻ അരിയിട്ട് വെക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പ്രാണി ശല്യമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ മഴക്കാലത്തെ ഒക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് പ്രാണിയും ചെറിയ പുഴുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പഴവും ചെറിയ പഴവും ആപ്പിളൊക്കെ മാത്രമേ ഇതേപോലെ പുറത്ത് സൂക്ഷിക്കാറുള്ളൂ. മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഈ നേന്ത്രപ്പഴവും ചെറുപഴവും ആപ്പിളൊക്കെ അങ്ങനെയുള്ളതൊക്കെ പുറത്താണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ്. വൈറ്റ് കളറിലുള്ള ഫ്രിഡ്ജാണ്. അബുദാബിയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. സീ കാർഗോ വഴി നമ്മൾ കുറേ സാധനങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അയച്ചതാണ് ഈ ഫ്രിഡ്ജും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇന്ന് എടുത്തിട്ടില്ല കേട്ടോ. ക്ലീൻ ചെയ്യുന്നത് എനിക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല. ഞാനത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ, ഞാൻ എങ്ങനെയാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഓരോ തട്ടിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏറ്റവും മുകളിലെ തട്ടിൽ വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഈ പാലാണ്. മിൽമ പാൽ ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ട് പാക്കറ്റ് പൊളിച്ചതുകൊണ്ട് ഞാൻ ക്ലിപ്പിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാലൊക്കെ നമ്മളെപ്പോഴും നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിപ്പിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലുള്ളത് മിൽമ തൈരാണ്. തൈര് ഇതുപോലെ ബോട്ടിൽ വരുന്നതും പിന്നെ ഒരു പാക്കറ്റുമാണ് ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഇരിക്കുന്നത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓപ്പൺ ചെയ്തതുകൊണ്ട് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അതേപോലെ അമൂലിൻ്റെ ഒരു മിഠായി മേറ്റും കൂടി ഉണ്ട്. ഇതും ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇതിൽ വെച്ചിരിക്കുകയാണ്. ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതാണ്. പിന്നെ അതുപോലെ പാക്കറ്റ് പാല്, കുട്ടികൾ കുടിക്കാൻ വേണ്ടി വാങ്ങി വെച്ച ഫിസ്സൊക്കെയാണ് ഇതിലുള്ളത്. അതേപോലെ ഒരു തൈനി പേസ്റ്റും കൂടി ഉണ്ട്. തൈനി പേസ്റ്റ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നാട്ടിലിപ്പോൾ കിട്ടുന്നുണ്ട്. 300 എത്രയോ ആണ് ഇതിൻ്റെ പ്രൈസ്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 300 സംതിങ് ആണ് അതിന്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും മുകളിലിരിക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ തട്ടിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. കുറേ സ്പൈസസ് ആണ് അവിടെ ഇരിക്കുന്നത്. ചെറിയ ബോട്ടിലാക്കിയിട്ട് കുറേ സ്പൈസസാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്. ഈ ബോട്ടിലൊക്കെ ഒരു ട്രേയിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കറുത്ത എള്ളാണ്. കറുത്ത എള്ള് നമുക്ക് എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടാനൊക്കെ നമുക്ക് ആവശ്യം വരും ചില സമയത്ത്. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടുകൂടാതെ ഇരുന്നോളും.
ഇതിലുള്ളത് ചിയ സീഡ്സ് ആണ്. നമ്മൾ ഫലൂദയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, കസ്കസിനൊക്കെ പകരം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ബേസിൽ സീഡ്സിനൊക്കെ പകരം ഉപയോഗിക്കുന്ന ഒരു സീഡ്സ് ആണ്. കുറച്ചുകൂടി ഹെൽത്തിയാണ്, അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡ്സ് ആണ്. അതേപോലെ നമ്മളിത് രാത്രി ഓട്സിൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിൽ വരുന്നത് വൈറ്റ് പെപ്പറാണ്, വൈറ്റ് പെപ്പർ പൗഡർ. പിന്നെ ഇതിലുള്ളത് സുമാക് പൗഡറാണ്. ഇത് നമ്മൾ പൊതുവേ സാലഡിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സാലഡിൽ ഈ സുമാക് പൗഡർ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ അറബിക് സ്റ്റൈലിലുള്ള സാലഡിലൊക്കെ മിക്കപ്പോഴും ഈ സുമാക് പൗഡർ ചേർത്തിട്ടുണ്ടാവും. നല്ല രുചിയാണ്. ചെറിയ പുളിപ്പോട് കൂടിയിട്ടുള്ള ഒരു പൗഡറാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇത് ഓൺലൈനിൽ നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഈ പൗഡർ. ഈ ചിയ സീഡ്സ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിന് നല്ലൊരു ബ്ലാക്ക് കളറല്ല, ചെറിയൊരു ഗ്രേ പോലത്തെ ഒരു കളറാണ് ഇതിന്. പിന്നെ ഇത് സാഫ്രോൺ ആണ്, കുങ്കുമപ്പൂവ്. ഇത് ഞാൻ ആദ്യമൊക്കെ പുറത്തായിരുന്നു സൂക്ഷിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ പൂപ്പൽ വരുന്നുണ്ട് പെട്ടെന്ന്, അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അതുപോലെ ഒറിഗാനോ, ഇതൊക്കെ പുറത്ത് വെക്കുന്ന സമയത്ത്, നാട്ടിലാണെങ്കിൽ കേട്ടോ, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവുന്നുണ്ട്. ഇത് ബേസിൽ ലീവ്സിൻ്റെ ബോട്ടിലാണ്, പക്ഷേ ഇപ്പോൾ ഇതിലുള്ളത് റോസ്മറിയാണ്. ബേസിൽ ലീവ്സ് കഴിഞ്ഞപ്പോൾ തീർന്നപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ റോസ്മറി ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇതിൽ റോസ്മറിയാണുള്ളത്. പിന്നെ ഇത് വെളുത്ത എള്ളാണ്. നമുക്ക് ബർഗർ ബണ്ണിൻ്റെ മുകളിലിടാനും, അല്ലെങ്കിൽ തൈനി പേസ്റ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് തൈനി പേസ്റ്റ് ഉണ്ടാക്കണമെങ്കിലും ഒക്കെ ഈ വെളുത്ത എള്ള് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് പാസ്ത സീസണിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. പാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ ഇത് മാത്രം ചേർത്താൽ മതി. ഒറിഗാനോ അങ്ങനെ പലതരം സാധനങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലുള്ളത് ജിഞ്ചർ പൗഡറാണ്. നമ്മുടെ ചുക്ക് പൊടിച്ചെടുത്ത പൗഡറാണിത്. ഇത് നമുക്ക് പായസത്തിനാണെങ്കിലും മറ്റ് ചില വിഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരും. ഇതാണെങ്കിൽ ഗാർലിക് പൗഡറാണ്. ഇതൊക്കെ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ കട്ട പിടിച്ച് പോകും. ഫ്രിഡ്ജിൽ വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാൻ പുറത്ത് വെച്ചിരുന്ന സമയത്ത് ഇതൊക്കെ കട്ട പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഒനിയൻ പൗഡറാണ്. ഒനിയൻ പൗഡറൊക്കെ ഇപ്പോൾ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനിപ്പോൾ കാണിച്ച മിക്ക സാധനങ്ങളും നമുക്കിപ്പോൾ നാട്ടിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ഷോപ്പിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ്. പിന്നെ ഇതിൽ ഏറ്റവും അവസാനമായിട്ടുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മുടെ ഉണക്കമുളക്, അതായത് വറ്റൽമുളക് പൊടിച്ചിട്ട് സൂക്ഷിച്ച് വെച്ചതാണ്. ഇതും നമുക്ക് പലതരം കറികളിലും സ്നാക്സിലും ഒക്കെ ആവശ്യം വരും. എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്രേയിലിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത് വേറൊരു ട്രേയും കൂടി ഉണ്ട്. ഇതിലും ഇതുപോലെ കുറേ സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കാണിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് ഇരിക്കുന്നത് ഇതിൽ മുന്തിരിയാണ്, ഉണക്കമുന്തിരി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതേപോലെ പിന്നെ ഉള്ളത് ഉണക്കമുന്തിരി തന്നെയാണ്, ബ്ലാക്ക് കളറ്. പിന്നെ ഇത് സ്പ്രിങ്കിൾസ് ആണ്, ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ആണ്. പിന്നെ ഇത് പിസ്തയുടെയും ബദാമിൻ്റെയും സ്ലൈസസ് ആണ്. നമ്മൾ പുഡിങ്ങിനും മറ്റ് വിഭവങ്ങൾക്കൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ലൈസ് ആയിട്ടുള്ള പിസ്തയും ബദാമുമാണ്. പിന്നെ ഇത് കുറേ മാഗി ചിക്കൻ ക്യൂബ്സ് ആണ്. പിന്നെ ഇതിലിരിക്കുന്നത് ചെറിയാണ്. ഇതും എന്തെങ്കിലുമൊക്കെ ഗാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങി വെക്കുന്നതാണ്. പിന്നെ ഇതിലുള്ളത് ജാത്തറാണ്. നമ്മുടെ ജാത്തർ ക്രോയ്സൻ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങി വെച്ചതാണ്. ജാത്തറാണ്. ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ചീത്തയായി പോകുന്നതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ട്രേയിലുള്ളത്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ചു വെക്കാം. പിന്നെ ഇതിൽ ഈ ഭാഗത്ത് കാര്യമായിട്ടുള്ളത് കുറച്ച് നട്ട്സാണ്. പിസ്തയും വാൾനട്ടും ഒക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. അതിൽ കുറച്ച് പാലുണ്ട് ഒരു കുപ്പിയിൽ. നമ്മൾ സൊസൈറ്റി പാലാണ് മിക്കപ്പോഴും വാങ്ങിക്കുന്നത്. അത് കിട്ടാത്ത സമയത്ത് മാത്രമേ പാക്കറ്റ് പാൽ വാങ്ങിക്കാറുള്ളൂ.
പിന്നെ ഉള്ളത് കുറച്ച് ഷുഗർ സിറപ്പാണ്. ഇത് കഴിയാറായി. ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കും. തീർന്ന ഉടനെ തന്നെ അടുത്തത് ഉണ്ടാക്കി വെക്കും. നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നൊരു സാധനമാണല്ലോ. പിന്നെ ഇത് ബാക്കി വന്ന കറി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതാണ്. ഒന്നിൽ കുറച്ച് പരിപ്പ് കറിയും പിന്നെ വേറൊരു വെജിറ്റബിൾ കറി, അങ്ങനെ 2 വിധം കറി ഇതിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ബാക്കി വന്ന കറിയാണ്. പിന്നെ ഈ പാക്കറ്റിലിരിക്കുന്നത് ബർഗർ ബണ്ണാണ്. ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോയി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ നല്ല സോഫ്റ്റ് ബർഗർ ബൺ കണ്ടപ്പോൾ കുറച്ച് വാങ്ങിയതാണ്. ബർഗർ ബൺ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് ബർഗർ ഉണ്ടാക്കിയെടുക്കാൻ തോന്നും. അല്ലെങ്കിൽ ബണ്ണും കൂടി ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചിട്ട് ചില സമയത്ത് മടി വരും. അപ്പോൾ ഞാനിങ്ങനെ കാണുമ്പോൾ വാങ്ങിച്ചു വെക്കും. പിന്നെ ഇവിടെ അതിൻ്റെ താഴെയായിട്ടുള്ളത് നമ്മുടെ വെജിറ്റബിൾസൊക്കെയാണ്. ചെറുനാരങ്ങയൊക്കെ കഴുകി തുടച്ചിട്ട് ഞാൻ ഇതിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലുള്ളത് ശർക്കര ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നൊരു സാധനമാണ്. എനിക്ക് മധുരം നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് എപ്പോഴും ശർക്കര ഇതുപോലെ വാങ്ങിച്ചിട്ട് ടിന്നിലാക്കിയിട്ട് വെക്കും. അപ്പോൾ അതും ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഇപ്പോഴുള്ള ശർക്കരയൊക്കെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു വെള്ള കളറിലുള്ള പൂപ്പൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ കുറേ നാൾ നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാം. ഇത് കുറച്ച് ബദാമാണ്. അതുപോലെ ഇഞ്ചിയൊക്കെ ഞാൻ ഇത് കഴുകിയിട്ടതിൻ്റെ ചെളിയൊക്കെ കളഞ്ഞ് തുടച്ച് വെച്ചിരിക്കുകയാണ്. തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ. തൊലി കളഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് ചീത്തയാവുന്നുണ്ട്. അതുകൊണ്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, കഴുകി തുടച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ളത് കുറച്ച് മുന്തിരി, കറുത്ത മുന്തിരി, ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുന്തിരി ഉണ്ടല്ലോ, അതാണ്. അതേപോലെ മല്ലിയിലയും പുതിനയിലയും കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തക്കാളി ഇങ്ങനെ ഞാൻ ഒരു വലിയ ബോട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ സമയമായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഇത്രയധികം വാങ്ങി വെച്ചിരിക്കുന്നത്. പൊതുവെ ഇത്രയൊന്നും വാങ്ങിക്കില്ല. അപ്പോൾ ഇതിങ്ങനെ കുറേ വാങ്ങിച്ചാൽ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ബോട്ടിലിട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതെ ഇരുന്നോളും. അതുപോലെ ഫ്രൂട്ട്സും ഇതിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് അനാറും മുസമ്പിയും മാത്രമേ ഉള്ളൂ. അതും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ താഴെ നമ്മുടെ എല്ലാവരുടെയും ഫ്രിഡ്ജിലുള്ള ഈ താഴത്തെ ബോക്സിൽ ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ്, അതേപോലെ കുറച്ച് തക്കാളിയൊക്കെ തന്നെയാണ്. ക്യാരറ്റ് ഇവിടെ കുറേ അധികം വാങ്ങിച്ചിരിക്കുന്നത് മുയലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഒരു വ്ളോഗിൽ കാണിച്ചിരുന്നില്ലേ മുയലിനെ. അപ്പോൾ മുയലിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ ക്യാരറ്റ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ക്യാരറ്റ് എപ്പോഴും വാങ്ങി വെക്കും. അപ്പോൾ മുയൽക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റാണിത്. അതേപോലെ ഇതിലിരിക്കുന്നത് തക്കാളി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ തക്കാളി ഈ സമയമായതുകൊണ്ട് ഞാൻ കുറേ വാങ്ങി സൂക്ഷിച്ച് വെക്കും. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, അതൊക്കെ പാക്കറ്റിൽ തന്നെ വെച്ചിരിക്കുകയാണ്. എല്ലാം കൂടി നമ്മൾ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ ഈ പാക്കറ്റിൽ തന്നെ വെച്ചിരിക്കുകയാണ്. പച്ചക്കായ്, വെണ്ടക്ക, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് പയർ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തുള്ളത്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നത് ഡോറിൻ്റെ ഭാഗത്താണ്. ഡോറിൻ്റെ സൈഡിൽ മുട്ടയാണ് ഏറ്റവും മുകളിലുള്ളത്. കുറച്ച് മുട്ട അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ താഴത്ത് കുറേ പാക്കറ്റിൽ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് അതിൻ്റെ താഴെ ഇരിക്കുന്നത്. ഇവിടെ വെച്ചിരിക്കുന്നത് ഈസ്റ്റൊക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് ഇപ്പോൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ വരുന്ന ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാലും മതിയാവും. പിന്നെ ഉള്ളത് ചാട്ട് മസാല, അതേപോലെ പാവ് ഭാജി മസാല. പാവ് ഭാജി ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. നമുക്കത് ഈ മസാല പൗഡർ ഇല്ലാതെയും ചെയ്യാം, പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയായി. പിന്നെ ഉള്ളത് കോൺഫ്ലോറാണ്. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ ഇത് കുറച്ച് പാഴ്സ്ലി ലീവ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ കുറേ ദിവസമായിട്ട് ഈ ബോട്ടിലിട്ട് വെക്കണം എന്ന് വിചാരിച്ചല്ലാണ്ട് ഇതുവരെയും വെച്ചിട്ടില്ല. പാഴ്സ്ലി ലീവ്സ് പാക്കറ്റിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തും ഇതേപോലെ കുറേ പാക്കറ്റ് തന്നെയാണ് ഉള്ളത്. ചൈന ഗ്രാസ്, അതുപോലെ വിപ്പിംഗ് പൗഡർ, പിന്നുള്ളത് ചോക്ലേറ്റ് ചിപ്സ്, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ കസ്റ്റാർഡ് പൗഡർ ഉണ്ട്. പിന്നെ ഇതിൽ ഇരിക്കുന്നത് ജെലാറ്റിൻ, അമൂലിൻ്റെ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ട്. പിന്നെ അതേപോലെ വേറൊരു ക്രീമും കൂടി ഉണ്ട്, മിൽക്കി മിസ്റ്റിൻ്റെ. പിന്നെ സാമ്പാർ പൗഡർ, ഇതൊക്കെയാണ് ഉള്ളത്.
പിന്നെ അതിൻ്റെ താഴെയായിട്ടുള്ളത് ബ്രെഡ് പിന്നെ ബട്ടർ ഒക്കെയാണുള്ളത്. ബട്ടർ ഞാൻ ബോട്ടിലാക്കിയിട്ടാണ് എപ്പോഴും വെക്കുന്നത്. കാരണം നമ്മൾ ബട്ടർ അതുപോലെ തന്നെ പാക്കറ്റിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ഈ ബട്ടർ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പുരണ്ടിട്ടുണ്ടാവും, എപ്പോഴും നെയ്യുമായി ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിലിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ടിരിക്കും. കണ്ടില്ലേ, ഈ ഒരു ബോട്ടിൽ നമ്മുടെ 500 ഗ്രാമുള്ള ബട്ടർ നല്ല കറക്റ്റ് അളവാണ്, അതിലങ്ങനെ നിന്നോളും. പിന്നെ ഇവിടെ ഉള്ളത് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും ഒക്കെയാണുള്ളത്. പിന്നെ ഒരു തായ് ചില്ലി സോസും കൂടി ഉണ്ട്. ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ് ഈ തായ് ചില്ലി സോസ്. നമ്മൾ പിസ്സ സോസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുറച്ച് ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാവുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതിലുള്ളത് ജാമാണ്. പിന്നെ പച്ചമുളക്, ഇത് നട്ട്സിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ പച്ചമുളകാണ് ഇട്ട് വെക്കുന്നത്. പച്ചമുളകും അതേപോലെ വേറൊരെണ്ണത്തിൽ മുന്തിരിയാണുള്ളത്, നമ്മുടെ പച്ച മുന്തിരിയാണ് ഇതിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും അവസാനമായിട്ടുള്ളത് കസൂരി മെത്തിയാണ്, നമ്മുടെ ഉലുവയില ഉണക്കിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ. ഇനി ഞാൻ ഫ്രീസറും കൂടി കാണിച്ചു തരാം കേട്ടോ. ഫ്രീസറിൽ അധികം സാധനങ്ങളൊന്നും ഇല്ല, കാര്യമായിട്ട് കുറച്ച് ഇറച്ചിയും മീനൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ കുറച്ച് ചീസ് അതുപോലുള്ള ഐറ്റംസാണ്. ഈ താഴെ കാണുന്ന ഈ 4 ഇതിലും ഉള്ളത് ചിക്കനും ബീഫും മീനുമാണ്. 4 ബോട്ടിലും ഇരിക്കുന്നത് അതൊക്കെയാണ്. ഒരെണ്ണത്തിൽ മീനാണുള്ളത്, പിന്നെ 2 എണ്ണത്തിൽ ചിക്കനും പിന്നെ ഒരെണ്ണത്തിൽ ബീഫുമാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഇതിലിരിക്കുന്നത് ചീസാണ്, മൊസറല്ല ചീസ് ഞാൻ ഇതിലിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ചീസിൻ്റെയൊക്കെ പാക്കറ്റ് നമ്മൾ ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റാത്ത അത്രയും മോശമായിട്ടുള്ള പാക്കറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലുള്ള പാത്രങ്ങളിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇതിലുള്ളത് ചിരവിയ തേങ്ങയുടെ ബാക്കിയാണ്. ഞാൻ ഒരു തേങ്ങ ഉരിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ചിരവും, ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ചിരവുന്ന സമയത്ത് ചിലപ്പോൾ അതിങ്ങനെ ഇളകി വരും. അപ്പോൾ ഒരുമിച്ച് ചിരവിയിട്ട് ബാക്കിയുള്ളത് അവിടെ സൂക്ഷിച്ച് വെക്കും, ഫ്രീസറിൽ വെക്കും. പിന്നെ ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീമാണ്. പിന്നെ ഇതിൽ ഉള്ളത് ഇത് ബർഗർ പാറ്റീസാണ് കേട്ടോ. ബർഗർ പാറ്റീസ് ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് വൈകുന്നേരം സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണല്ലോ. പാറ്റീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ബർഗർ ബൺ ഇന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇതുള്ളത് കൊണ്ടാണ് ഞാനത് വാങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബർഗർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, നോമ്പ് സമയത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ രുചിയുള്ളൊരു ബർഗർ പാറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റീം ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്യേണ്ട, സ്റ്റീം ചെയ്തിട്ട് ഇതേപോലെ ഒരു ബൗളിലോ മറ്റോ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല എളുപ്പമാണ് നമുക്ക്. അപ്പോൾ എന്തായാലും വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് ഗ്രീൻ ചില്ലി പേസ്റ്റാണ്. ഇത് നമുക്ക് ചില സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അതേപോലെ കുറച്ച് ചീസ് സ്പ്രെഡ് ഉണ്ട്. പിന്നെ ഇതിലിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പൊതുവെ ഇങ്ങനെ ഓരോ ടീസ്പൂണിൻ്റെ കണക്കിൽ ഉരുളയാക്കിയിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അതിന് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതിലിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ ചെയ്ത പോലെ ഓരോ ഉരുളയാക്കിയിട്ട് ഓരോ ടീസ്പൂൺ കണക്കിൽ വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലിരിക്കുന്നത് പനീറൊക്കെയാണ്. പനീർ 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊക്കെ പനീറിൻ്റെ വിഭവങ്ങൾ നല്ല ഇഷ്ടമാണ്, കറികളൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതിലിരിക്കുന്നത് ചീസ് സ്ലൈസസ് ആണ്. നമുക്ക് ബർഗറും സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചീസ് സ്ലൈസസ് ഉണ്ടെങ്കിലേ ഒരു രുചി കിട്ടുള്ളൂ. അപ്പോൾ അതും കുറേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്രോസൺ ഗ്രീൻ പീസും കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ മിക്കപ്പോഴും കറികളിലും ബിരിയാണിയിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. മറ്റേതാകുമ്പോൾ നമ്മളിത് കുതിർത്ത് വെച്ച് വേവിക്കാനൊക്കെ നിൽക്കണമല്ലോ, ഇതാകുമ്പോൾ നല്ല എളുപ്പമാണ്. പിന്നെ ഇത് ഫൈലോ പാസ്ട്രിയാണ്. ഞാൻ ബക്ലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ്. പകുതി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിൽ ബാക്കി പകുതിയാണ് ഇരിക്കുന്നത്. നല്ല നീളത്തിലുണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തിട്ടാണ് പകുതി ഉപയോഗിച്ചത്.
പിന്നെ ഇതിലുള്ളത് ഫ്രൈഡ് ഒനിയനാണ്, അതായത് സവാള ഫ്രൈ ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിത് ചില ബിരിയാണിയിൽ അതേപോലെ ചില കറികളിലൊക്കെ ഇത് ആവശ്യം വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ മടി വരും. ഇതുപോലെ ഒരുപാട് ഫ്രൈ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഒരു റമദാൻ പ്രിപ്പറേഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ. ഫ്രിഡ്ജിലും ഫ്രീസറിലുമായിട്ട് ഇത്രയും സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക്